ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 3-ാം അധ്യായമായ അസത്യദർശനത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: ഏകം സത്യം നദ്വിതീയം അസത്യം ഭാതി സത്യവത് ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. ഒന്നുകൂടി: ഏകം സത്യം നദ്വിതീയം അസത്യം ഭാതി സത്യവത് ശിലൈവ ശിവലിംഗം നദ്വിതീയം ശില്പിനാകൃതം. അന്വയം: ഏകം സത്യം ദ്വിതീയം ന അസത്യം സത്യവത് ഭാതി ശിവലിംഗം ശില ഏവ ശില്പിനാകൃതം ദ്വിതീയം ന. സത്യമായിട്ട് ഒന്നേ ഉള്ളൂ. സത്യമായിട്ട് പ്രകാശിച്ചു കാണുന്നത് അസത്യമാണ്. ശിവലിംഗം ശില തന്നെയാണ്. അത് ശില്പിയുണ്ടാക്കിയ മറ്റൊരു വസ്തുവല്ല. സത്യമായിട്ട് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത് ബ്രഹ്മത്തെ പറ്റിയാണ് എന്നും സത്യം പോലെ പ്രകാശിച്ചു നിൽക്കുന്ന അസത്യവസ്തു ജഗത്ത് ആണ് എന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അസത്യം സത്യം പോലെ പ്രകാശിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സത്യം പ്രകാശിതമാകാതെ മറഞ്ഞു നിൽക്കുന്നു എന്നും അർത്ഥമാകുന്നു. അതായത് അസത്യമായ പ്രപഞ്ചം പ്രകടമായി സർവത്ര നിറഞ്ഞു നിൽക്കുകയാൽ ഏകവും സത്യവും ആയ വസ്തു ആയ ബ്രഹ്മം ഉള്ളതായി ഒരിക്കലും അറിവ് ഉണ്ടാകുന്നുമില്ല. അപ്പോൾ പിന്നെ ഈ അസത്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ ശ്രമിക്കാം. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം എന്ന് പറഞ്ഞതിൽ നിന്ന് അസത്യമായ ഈ പ്രപഞ്ചം സത്യമായ ബ്രഹ്മത്താൽ നിർമ്മിതമാണ് എന്ന സൂചന നൽകുന്നതായി തോന്നുന്നു. ശില്പി ശിലയിൽ നിന്ന് ശിവലിംഗം ഉണ്ടാക്കുന്നത് സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടാക്കുന്നത് പോലെയോ മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കുന്നത് പോലെയോ ഉള്ള ഒരു പ്രവൃത്തിയാണ്. സ്വർണ്ണാഭരണം സ്വർണം തന്നെ ആണെന്നതുപോലെ, അഥവാ മൺപാത്രം മണ്ണ് തന്നെ ആണെന്നതുപോലെ, ശില കൊണ്ട് നിർമ്മിച്ചതായ ശിവലിംഗം ശില തന്നെയാണ്. ശില്പി ശിലയ്ക്ക് ശിവലിംഗത്തിൻ്റെ രൂപം കൊടുത്തപ്പോൾ അത് മറ്റൊരു വസ്തുവായി മാറിയിട്ടില്ല എന്നതാണ് വാസ്തവം. അതായത് അപ്പോഴും അത് ശില തന്നെയാണ്. ഈ ഉദാഹരണം കൊണ്ട് ബ്രഹ്മത്താൽ നിർമ്മിതമായിരിക്കുന്ന പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതുമാണ്. എന്നാൽ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ് എന്ന സ്ഥിതിക്ക് അസത്യം ഭാതി സത്യവത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രപഞ്ചം ബ്രഹ്മം തന്നെ ആയിരിക്കുകയും അതോടൊപ്പം അസത്യമായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? മാല സ്വർണം അല്ല എന്ന് പറഞ്ഞാൽ മാല ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവും സ്വർണമല്ലെന്നാകുമല്ലോ. അതുപോലെ പ്രപഞ്ചമായ കാര്യം അസത്യമാണ് എങ്കിൽ അതിൻ്റെ കാരണവസ്തുവായ ബ്രഹ്മവും അസത്യമാകണമല്ലോ. ശിലൈവ ശിവലിംഗം നദ്വിതീയം ശില്പിനാകൃതം എന്ന ഉദാഹരണം കൊണ്ട് ബ്രഹ്മത്താൽ നിർമ്മിതമായ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ് എന്ന തത്വം ഗുരുദേവൻ തന്നെ തൻ്റെ പല കൃതികളിലും വ്യക്തമാക്കിയിട്ടുള്ളതായും കാണാൻ കഴിയും. ഉദാഹരണത്തിന് ജനനീ നവരത്നമഞ്ജരിയിൽ പറയുന്നു: മീനായതും ഭവതി
മാനായതും ജനനി നീ നാഗവും നഖഖഗം താനായതും ധരനദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമേ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ഇതിൽ മീനും മാനും പാമ്പും പർവ്വതവും പക്ഷിയും സ്വർഗവും നരകവും ഇതെല്ലാം കാണുന്ന ഞാനും എല്ലാം ഭഗവതി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ അദ്വൈത ദീപികയിൽ വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നതിങ്കൽ അർദ്ധാന്തരം ചെറുതുമില്ല വിശേഷമായി രഞ്ജുസ്വരൂപ മറിയാതിയെ ഇരുളിൽ വിവർത്ത സർപ്പം നിനക്കിരുത് രജ്ജുവിൽ നിന്ന് വേറോ. ഇങ്ങനെയും പറയുന്നു. അവിടെ വിവിധമായി വിലസുന്നത് ഒരേ വിത്താണ് എന്നും ഇതിൽ വിശേഷമായി ഒരു വ്യത്യാസവും ഇല്ല എന്നും പറയുന്നു. ഈ കാര്യത്തിന് ഇരുട്ടിൽ കയറിനെ സർപ്പമായി കണ്ടതായ ഉദാഹരണവും തന്നിരിക്കുന്നു. അതായത് ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയുകയും അപ്പോൾ തന്നെ പ്രപഞ്ചം സത്യം പോലെ തോന്നിക്കുന്ന അസത്യവസ്തുവാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് പരസ്പര വിരുദ്ധമല്ലേ? ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് പരിഹരിക്കാതെ പോകുന്നത് ശരിയുമല്ല. സുപ്രസിദ്ധ എഴുത്തുകാരൻ കെ ദാമോദരൻ അദ്ദേഹം എഴുതിയ ഭാരതീയ ചിന്ത എന്ന പുസ്തകത്തിൽ ഭഗവത്ഗീതയെപ്പറ്റി പറയുന്നിടത്ത് അതിൻ്റെ മഹത്വത്തെപ്പറ്റി ഒക്കെ വളരെ പ്രസ്താവിക്കുന്നുണ്ട്. എങ്കിലും ഭഗവത്ഗീതയിൽ പരസ്പര വിരുദ്ധമായ ചില പ്രസ്താവനകൾ ഉണ്ട് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നതായും കാണുന്നുണ്ട്. ഇതിന് മുൻപത്തെ ശ്ലോകത്തിൻ്റെ, അതായത് ഈ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഗീതയിലെ 2 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. പഠിതാക്കൾ അതൊന്നുകൂടി കേൾക്കുകയാണെങ്കിൽ കെ ദാമോദരന് ഉണ്ടായ തെറ്റിദ്ധാരണ എന്താണെന്ന് മനസ്സിലാകും. ഇവിടെയും അതേ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. മീനായതും ഭഗവതിയാണ്, മാനായതും ഭഗവതിയാണ് എന്നല്ലാതെ മീനും മാനും ഭഗവതിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. കഥകളി വേഷത്തിൽ ദുര്യോധനനായിട്ട് രാമൻ നായരാണ് വേഷമിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാമൻ നായർ ദുര്യോധനനാണ് എന്നർത്ഥമാകുമോ? രാമൻ നായർ ദുര്യോധനൻ്റെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമാവുകയുള്ളൂ. അതുപോലെ വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നതിങ്കൽ എന്ന് പറഞ്ഞതിനർത്ഥം വിവിധമായി വിലസുന്നതിന് വിത്തായ വസ്തു, കാരണമായ വസ്തു ബ്രഹ്മമാണ് എന്നാണ്. അതായത് കാര്യവും കാരണവും രണ്ടും ഉള്ളപ്പോൾ കാര്യത്തിൽ കാരണവസ്തുവാണ് ഇരിക്കുന്നതെങ്കിലും കാര്യത്തെ കാരണവസ്തുവായി ആരും കാണുന്നില്ല. വസ്ത്രത്തെ വസ്ത്രമായിട്ടല്ലാതെ നൂലായിട്ട് ആരും കാണുന്നില്ല. പ്രപഞ്ചം ബ്രഹ്മമാണ് എന്നത് ശരി തന്നെ. എന്നാൽ ബ്രഹ്മം എന്നത് പ്രപഞ്ചമാണ് എന്ന് കരുതിയാൽ അബദ്ധമാകും. മനുഷ്യൻ മണ്ണാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ മണ്ണ് മനുഷ്യനാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇപ്പോൾ ഇതിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശിവലിംഗം ശില തന്നെയാണ്. അതുപോലെ പ്രപഞ്ചം ബ്രഹ്മം തന്നെ ആണ്. എന്നാൽ ബ്രഹ്മം എന്നത് പ്രപഞ്ചം പോലെ അനേകരൂപമായ വസ്തുവല്ല. ബ്രഹ്മം പ്രപഞ്ചരൂപം ധരിച്ച സത്യവസ്തു എന്നതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ ഈ കാണപ്പെടുന്ന നാമരൂപങ്ങളൊന്നും സത്യമല്ല. കാരണം ബ്രഹ്മം നാമരൂപങ്ങളല്ല. ബ്രഹ്മത്തിന് അനേകത്വമില്ല. അത് ഏകവും സത്യവുമാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പലതായി കാണുന്ന നാമരൂപങ്ങൾ മനസ്സ് സൃഷ്ടിച്ച സങ്കല്പകൽപ്പിതങ്ങളാണ്. ശിലൈവ ശിവലിംഗം എന്ന് ഗുരുദേവൻ പറഞ്ഞതിന് വേറെയും അർത്ഥതലങ്ങളുണ്ട്. അതും പറയേണ്ടിയിരിക്കുന്നു. ഗുരുദേവൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിൽ
ആദ്യത്തേത് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അതിനുശേഷം അദ്ദേഹം ഭക്തന്മാരുടെ ആഗ്രഹപ്രകാരം അനേകം ക്ഷേത്രങ്ങളിൽ പല ദേവീദേവന്മാരെയും പ്രതിഷ്ഠിച്ചു. അവസാനം വിഗ്രഹപ്രതിഷ്ഠകൾ ഒഴിവാക്കി കണ്ണാടിയും വിളക്കും ഒക്കെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് പറയുകയും ഉണ്ടായി. അദ്വൈത വേദാന്തിയായിരിക്കുന്ന ഗുരുദേവൻ എന്താണ് പല ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചത് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നാവുന്നതുമാണ്. ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളുടെ ലക്ഷ്യം പലതായിരുന്നു. അതിൽ പ്രധാനമായ കാര്യം ക്ഷേത്രങ്ങളുടെയും ദൈവങ്ങളുടെയും വൈദിക കർമ്മങ്ങളുടെയും കുത്തകാധികാരം ബ്രാഹ്മണരിൽ നിന്നും എടുത്തു മാറ്റി സാർവജനീനമാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇവയെ വെച്ചുകൊണ്ടാണ് ബ്രാഹ്മണർ ഭൂദേവന്മാരായി അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഗുരുവിൻ്റെ അവതാര ലക്ഷ്യം പ്രധാനമായും ജാതി നിർമ്മാർജ്ജനമായിരുന്നു. അതിന് ബ്രാഹ്മണരെ മനുഷ്യരാക്കേണ്ടത് ആവശ്യമായിരുന്നു. രണ്ടാമത്തെ ലക്ഷ്യം ദുഷ്ടപിശാചുക്കളെ വെച്ച് ആരാധിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന അവർണ വിഭാഗത്തെ ഉദ്ധരിക്കുക എന്നുള്ളതും ആയിരുന്നു. ശൂദ്രൻ മന്ത്രം ഉച്ചരിക്കുന്നത് കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന പ്രമാണവുമായി നടന്നവരുടെ മുമ്പിൽ ഏറ്റവും മതകൃതനാണ് എന്ന് പറയപ്പെട്ടിരുന്ന പറയനും ബാണനും വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് കാണിച്ചു കൊടുത്തു. മനുഷ്യൻ ഒന്നായതുകൊണ്ട് എല്ലാവർക്കും അവകാശവും ഒരുപോലെയാണ് എന്നാക്കി തീർത്തു. മൂന്നാമത്തെ ഉദ്ദേശ്യം എല്ലാവരും സാത്വിക സ്വഭാവവും ഭക്തിയും ഈശ്വരവിശ്വാസവും ഉണ്ടാക്കുക എന്നുള്ളതും ആയിരുന്നു. അതിൽ നിന്ന് പടിപടിയായി ഉയർന്ന് ആത്മീയബോധവും ത്യാഗമനോഭാവവും ഉണ്ടായി സമുദായം നന്നാകും എന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു. ഇതല്ലാതെ ഒരു കല്ലെടുത്ത് വെച്ച് ചില ക്രിയകൾ ചെയ്താൽ കല്ല് ദൈവമാകും എന്നുള്ള അന്ധവിശ്വാസം നിലനിർത്തുക എന്നത് ഒരിക്കലും ഗുരുദേവൻ്റെ ലക്ഷ്യം ആയിരുന്നില്ല. വിഗ്രഹത്തിന് പകരം കണ്ണാടിയും വിളക്കും പ്രതിഷ്ഠിക്കുകയും ഇനി ക്ഷേത്രമല്ല വിദ്യാലയങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിൻ്റെ പൊരുൾ അറിയുക. ആത്മോപദേശ ശതകത്തിൽ അറിവ് എന്നല്ലാതെ ദൈവം എന്ന ഒരു വാക്ക് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ദൈവദശകത്തിൽ ദൈവത്തെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന നാവികനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ത്വം ഹി ബ്രഹ്മ, നീ തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് നീ നിന്നെ തന്നെ അറിയുക, അപ്പോൾ എല്ലാം അറിയും എന്ന ആത്മജ്ഞാനത്തിൻ്റെ വഴിയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഷർട്ടിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ ക്ഷേത്രദർശനം നടത്തിയാൽ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹശക്തി ഹൃദയത്തിൽ ഏൽക്കില്ല എന്നും മറ്റും പറയുന്ന മണ്ടത്തരങ്ങൾ ഗുരുഭക്തന്മാർ വിശ്വസിക്കുകയില്ല എന്ന് അറിയാത്തത് കൊണ്ടല്ല. ആ വിഗ്രഹത്തിൽ നിന്ന് ഒരു ശക്തിയും പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ ഭക്തന്മാരുടെ വിശ്വാസമാണ് ആ കല്ലിനെ ദൈവവിഗ്രഹം ആക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ കൂടി ആണ് ഇത്രയും പറയുന്നത്. ഭക്തന്മാരില്ലെങ്കിൽ ഭഗവാനുമില്ല. ഭക്തന്മാരെ തൊട്ടാൽ അശുദ്ധന്മാരാകുന്ന പൂജാരിമാരും ഇല്ല. ഭഗവാൻ ഭക്തൻ്റെ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.